ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. കിച്ചണിൽ പരിസരത്താണ്. കിച്ചൺ കൊച്ചടുക്കളയുടെ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് കുറേ യാത്രകൾ ചെയ്തു തമിഴ്നാട് സൈഡിൽ. അവിടെ നിന്നെല്ലാം നമ്മുടെ ട്രാവൽ ചാനൽ കാണുന്നവർക്ക് ഒരു പക്ഷേ ഓർമ്മയുണ്ടാവും, അല്ലെങ്കിൽ ഇനി വരാൻ പോണ എപ്പിസോഡാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എനിവേ അവിടെ നിന്നെല്ലാം നമ്മൾ ഇതുപോലെ മൺപാത്രങ്ങൾ, നമ്മുടെ ചട്ടി, കലം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഇത് മേടിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അതെങ്ങനെ സീസൺ ചെയ്യും എന്നുള്ളത് അറിയണമല്ലോ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഇത് ഡയറക്റ്റായിട്ടാണ് മേടിച്ചത്. നോക്കി, അത് വലിയ ചട്ടി. എനിക്ക് ഭയങ്കര ലാഭത്തിനാണ് എല്ലാം കിട്ടിയത് കേട്ടോ, സ്ട്രെയിറ്റ് ഫ്രം ദ മാനുഫാക്ചർ. അപ്പോൾ ഒരു പാത്രത്തിൽ കുറേ കഞ്ഞിവെള്ളം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. 2-3 ദിവസത്തെ കഞ്ഞിവെള്ളം എന്ന് പറയാം. ഓക്കെ, അതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കൂടെ ഒഴിക്കാൻ പോവാണ് വെള്ളം, ഒന്നുകൂടെ ഡൈല്യൂട്ട് ചെയ്യാനായിട്ട്. കാര്യം ഇതിലെല്ലാം തികയണമല്ലോ. വലിയ ചരുവൊക്കെ എടുത്ത് വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് അതിനകത്തേക്ക് ഇറക്കി വയ്ക്കാം. സാധാരണഗതിയിൽ അങ്ങനെ ഇതിനകത്തും ഒഴിക്കണം, പുറത്ത് വെച്ചാൽ നല്ലത്, വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നത്, ഇതിനകത്തേക്ക് ഇറക്കി വെക്കും. അല്ലെങ്കിൽ നിറയെ ഒഴിച്ച് വെക്കുക, 2 ദിവസം വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴുകി എടുത്തിട്ട് വീണ്ടും വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിക്കുക കുറച്ച് നേരം അടുപ്പിൽ വെച്ച്. അപ്പോൾ അതിങ്ങനെ കുറേ സീസൺ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഓയിലൊക്കെ പരത്തിയിട്ട് നമുക്ക് പിന്നെ ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റും. നല്ല ചട്ടിയല്ലേ, അടിപൊളി. ഇറച്ചി, മീൻ മുതലായ കാര്യങ്ങൾ എനിക്ക് കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഓന്നോ ഓക്കെ 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 അടിപൊളി. ഇത് താവോട്ട് പോയി, കപ്പൽ മുങ്ങിയ പോലെ. ഇനി അടുത്തത് അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് കുറച്ചായിട്ട് വെക്കുക. ഇതൊക്കെ നോക്കി എന്തല്ല ഭംഗി, ക്യൂട്ടല്ലേ. ഇതെല്ലാമാണ് നിങ്ങൾ കാണാൻ പോകുന്ന ചട്ടികൾ. പല ടൈപ്പുണ്ട്, പല ഷേപ്പ്, സൈസ്. അടുത്തത് അപ്പോൾ ഇതെല്ലാം അതിനകത്തേക്ക് പോയിക്കോളും. യെസ് മോളെ, മൈ ഡിയർ പുടു. അമ്മാമ്മ ഇത് എവിടെ പോയി? അമ്മാമ്മ എവിടെ നിന്ന് വരുന്നു? നോക്കുമ്പോ വാട്ട് അമ്മാമ്മ ഇസ് ഡൂയിങ്. സി മോള് വന്നേ പുടു സീസണിങ്. ഓ, അടുത്തെടുക്കൂ. ടേക്ക് ദ അതർ വൺ. ദിസ് വൺ. Baby is doing it. No. അയ്യോ ബേബി കളിക്കാനുള്ളതല്ലേ. എൻ്റെ പൊന്നേറ്റ് ചട്ടി പൊട്ടു ഇപ്പോൾ. അയ്യോ നോക്കുമാ. See, yeah, you put like this. Okay. Yes മക്കളെ, yes, you can do it. Me. ആയിക്കോട്ടെ. Yes, okay മക്കളെ. ഇതാ നോക്കുവാനേ. See, what is അമ്മ? Yeah, you put this. ബേബി കൊണ്ടുവരും. ബേബി കൊണ്ടുവരുന്നോ? ഓക്കെ. അയ്യോ പതുക്കെ. ഓക്കെ യു പുട്ട്. വെച്ചു പുട്ടുമാ. അത് അതിനകത്ത് ഇത്. ഓക്കെ സൂക്ഷിച്ച്. ഓക്കെ എടുക്കല്ലേ. ഗിമ്മി. അയ്യോ എൻ്റെ പൊന്നോ. അയ്യോ പുട്ടിൻ്റെ ദേഹത്ത് വെള്ളം തെറിച്ചു. ഓക്കെ യെസ്, കറക്റ്റ്. ഓക്കെ, നൈസ്. താങ്ക് യു. ഓ മോള് ഈ സൈഡിൽ വരൂ. കം ഹിയർ. ഇനിയില്ല, ഇനിയും തരൂ നിൽക്കുന്നു. നമുക്ക് വേറൊരു പാത്രത്തിലും കൂടെ ഇടാം. ഓക്കെ വെയിറ്റ്, വിൽ ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇതിൽ നിറച്ച് വയ്ക്കണം. ഞാൻ ഇതൊന്ന് റീ അറേഞ്ച് ചെയ്യണം. ഓക്കെ, അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പരന്ന പാത്രത്തിലേക്കും കൂടെ കുറച്ച് എടുത്തിട്ട് അതിലും കൂടെ ആണ്. ഏതായാലും ഇത് 1 ദിവസം ഇരിക്കട്ടെ വെള്ളത്തിൽ. പുടുവിൻ്റെ മുടിയെല്ലാം വെട്ടി കണ്ടല്ലോ. ഓ യെസ്, നൈസ്. ഇങ്ങോട്ടും കൂടി ഡിവൈഡ് ചെയ്തു. അതായത് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വെള്ളത്തിൽ തന്നെ മുങ്ങി. ഓക്കെ, വെള്ളമല്ല, ഇത് കഞ്ഞി വെള്ളം. ഓക്കെ, ഇനി ഇത് ഇന്ന് തൊട്ട് നാളെ വരെ ഇതിങ്ങനെ വെള്ളത്തിൽ തന്നെ ആവും. 1-1.5 ദിവസം കിടന്നാലും കുഴപ്പമില്ല. ആഫ്റ്റർ ദിസ് ഞാൻ ബാക്കി കാണിച്ചു തരാം. ഞാൻ പിന്നെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. 24 hours കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നേ വന്നിരിക്കുകയാണ്. സെയിം ഡ്രസ്സാണെന്നേ ഉള്ളൂ, തെറ്റിദ്ധരിക്കണ്ട. ഇതിപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞു. 24 മണിക്കൂർ കഞ്ഞി വെള്ളത്തിൽ കിടക്കുവാൻ. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇതിൻ്റെ പോസൊക്കെ അടയുക, പിന്നെ ഇത് കുറച്ചുകൂടെ ശക്തമാകുക, ക്ലേ കുറച്ചുകൂടെ ബലമാകുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതൊന്ന് വാഷ് ചെയ്യണം. ഓക്കെ, ഒരു കാരണവശാലും സോപ്പിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ച് വാഷ് ചെയ്യാൻ പാടില്ല. ഇത് ഞാനൊരു ജസ്റ്റ് ഒരു സോഫ്റ്റ് നമ്മുടെ സ്പോഞ്ച് എടുത്തുവെന്നേ ഉള്ളൂ. കഴുകാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ വേണമെങ്കിൽ അരിപ്പൊടി വെച്ച് കഴുകാം, ഉപ്പ് വെച്ച് കഴുകാം, അല്ലാണ്ട് വെറുതെ നമുക്ക് വേണമെങ്കിലും കഴുകാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അരിപ്പൊടിയിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം, ഒന്ന് ഉരച്ച് കഴുകാം. ഇത് അരിപ്പൊടി മാത്രമാണ്, വേറെ ഒന്നുമില്ല. ഒരു ഏർത്ത്ലി സ്മെല്ലുണ്ടാവുമല്ലോ, എന്തായാലും ഒരു രുചി, ഒരു ചെറിയ മണ്ണിൻ്റെ ആ ഒരു മണവും രുചിയൊക്കെ മാറണം. ഈ സീസണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങളിൽ ഒന്ന് അതാണ്. പിന്നെ ഇതിൻ്റെ പോസൊക്കെ മാറണം, പിന്നെ അടുക്കി പിടിക്കാൻ പാടില്ല, പുകയാൻ പാടില്ല, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ടല്ലോ നമുക്ക്. ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വാഷ് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇത് കഴിഞ്ഞ വെള്ളത്തിനകത്ത് നിന്നും
എടുക്കുന്നു, നന്നായിട്ട് ഉരച്ച് കഴുകണം. എന്താ പറയുക, അരിപ്പൊടി വെച്ചിട്ടാണ് കഴുകുന്നത്. പിന്നെ ഓരോന്നായിട്ട് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. ഇത് നല്ല ഒരു 24 മണിക്കൂർ ഇങ്ങനെ ഈ കഞ്ഞിവെള്ളത്തിൽ കിടക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബലം നന്നായിട്ട് കൂടും. മെറ്റൽ സ്ക്രബ് ഒന്നും വെച്ച് ഒന്നും ചെയ്യരുത്. സോഫ്റ്റായിട്ടുള്ള കാര്യങ്ങളാകാം. അത്യാവശ്യം ചകിരിയാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത. അപ്പോൾ ഒരു ദിവസം കൂടി കഴിയുമ്പോൾ കഞ്ഞിവെള്ളം കുറച്ചുകൂടെ പുളിക്കുമല്ലോ. 24 hours ഒരു ചെറിയൊരു പുളിച്ച മണം വരും, പക്ഷെ കുഴപ്പമില്ല, നല്ലതാണ്. ഇറ്റ് ഈസ് ഓൾസോ ഗുഡ്. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് 1 ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ, എൻ്റെ ഡ്രസ്സിലെല്ലാം പൊടി വീഴുന്നു. എപ്പോഴും ക്ലേ പോട്ടൊക്കെ നമ്മൾ വളരെ ജെൻറ്റിലായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. കാരണം പൊട്ടുമല്ലോ, അല്ലെങ്കിൽ അത് ജനറലി നമ്മൾ കുറേ നാൾ ഉപയോഗിക്കാനുള്ളതല്ലേ. നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട്. യെസ്, ഇതായിരുന്നു ഏറ്റവും വലുത്. അവർ ഈ ചട്ടി ഉണ്ടാക്കുന്ന പ്രോസസ്സും കഷ്ടം. എത്ര ദിവസത്തെ എത്ര പേരുടെ അധ്വാനമാണ് ആക്ച്വലി പറഞ്ഞാൽ. ഒരു സ്കിൽഡ് വർക്കല്ലേ അതിങ്ങനെ ആ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നത്. മണ്ണ് കുഴയ്ക്കുന്ന സമയം തൊട്ട് ഉണ്ട് ഈ പ്രോസസ്സ്. ഇത് കളിമണ്ണിലാണല്ലോ ചെയ്യണം. അത്രയും ശ്രദ്ധിച്ചാണ് അവർ ഹാൻഡിൽ ചെയ്ത് അത് വെയിലത്ത് വെച്ച് ഉണക്കി ഡ്രൈ ആക്കി പിന്നെ ചൂളയിൽ വെച്ച് അങ്ങനെ കുറേ പ്രോസസ്സിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയായി. ഇതുപോലെ ബാക്കി സെറ്റ് ചെയ്തിട്ട് കഴുകിയെടുക്കാം ആദ്യം. ഓക്കെ, ഇനി അടുത്ത ജോലി ഇത് വാഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണല്ലോ. നന്നായിട്ട് കഴുകാം. അരിപ്പൊടി ഇട്ട് നന്നായിട്ട് ഉരച്ചെടുത്തു. ഇനി നമുക്കൊന്ന് കഴുകാം. ഇതെല്ലാം ഒന്നിച്ച് കുറേ ചട്ടിയും കലവും എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് കുറച്ച് ജോലി കൂടുതലുണ്ടാകും. പക്ഷെ നമ്മൾ 1-2 ചട്ടിയാണെങ്കിൽ എല്ലാം പെട്ടെന്ന് ചെയ്യാമല്ലോ. ഇപ്പോൾ തന്നെ അതിന് ബലം വന്നിട്ടുണ്ട് വാങ്ങിയതിനെക്കാട്ടിലും. ലൈഫിൽ ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്താൽ മതി. ഒരു ചട്ടി മേടിച്ച് കഴിഞ്ഞാൽ വൺസ് ചെയ്താൽ മതിയല്ലോ. സീസണിങ് അതിനൊന്ന് പാകപ്പെടുത്തി എടുക്കാം. അത് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും വേണ്ടല്ലോ. ഇറ്റ്സ് എ 1 time വർക്ക്. ഇത് ആക്ച്വലി ഇനി ഇത് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ജസ്റ്റ് ആ വെള്ളം ഡ്രൈ ആകുന്നവരെ അങ്ങനെ ചെയ്യുന്നതാണ് ഐഡിയ. ഓക്കെ, ഇതിപ്പോൾ ഞാനൊരു സാമ്പിളായിട്ട് 4 എണ്ണേ കാണിക്കണുള്ളൂ. ബാക്കി കുറച്ച് ജോലിയുണ്ട്, ബാക്കിയുള്ളതും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ടെറസിൽ നല്ല വെയിലുണ്ട്, അവിടെ കൊണ്ട് വയ്ക്കാം, മലർത്തി വയ്ക്കാം. അപ്പോൾ അവിടെ ഇരുന്ന് ഒന്ന് ഡ്രൈ ആകട്ടെ. അപ്പോൾ ചട്ടി എല്ലാം മേളിൽ കൊണ്ടുവച്ച് ടെറസിൽ നല്ല വെയിലായിരുന്നു, വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്തു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജും കഴിഞ്ഞു. അപ്പോൾ ഒരു ദിവസം 24 മണിക്കൂർ കഞ്ഞിവെള്ളത്തിൽ മുക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകി. പക്ഷേ സ്ക്രബ്ബർ യൂസ് ചെയ്ത് സോപ്പോ വെള്ളം ഒന്നും പാടില്ല. ഞാൻ അരിപ്പൊടിയാണ് ഉപയോഗിച്ചത്. ഉപ്പിട്ട് വേണമെങ്കിലും നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതായത് ഒട്ടും അതിൽ മണ്ണ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ, നല്ലതായിട്ട് ഉരച്ച് കഴുകുന്നു. പിന്നെ ഇനി ആ ഒരു മഡിൻ്റെ ഒരു മണവും ടേസ്റ്റും മാറണം. പോസൊക്കെ ഏതാണ്ട് അടഞ്ഞ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുവാണ് ഈ ഒരു സ്റ്റേജിൽ തന്നെ. ഇനി ഇതിനകത്ത് ചെയ്യേണ്ടത് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കണം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഞാൻ 3 അടുപ്പേ ഉള്ളൂ, 3 വെക്കുന്നു. വലിയ ചട്ടി ഞാൻ പിന്നെ ചെയ്തോളാം, അത് സ്പേസ് ഓക്യുപ്പൈങ് ആണല്ലോ. ഇത് ഓരോന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം, ഫ്രഷ് കഞ്ഞിവെള്ളം റെഡി. നിറച്ചൊഴിച്ച് വയ്ക്കാം. 3 ചട്ടിയിലും വെള്ളമല്ല കഞ്ഞിവെള്ളം കത്തിക്കാം. ഇനി ഇത് തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, നന്നായിട്ട് കുറേ നേരം തിളച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കഞ്ഞിവെള്ളം മാറ്റാം. അത് കഴിഞ്ഞൊരു പകുതിയോളം തിളച്ച് പറ്റിയാലും നല്ലതാണ്, എല്ലാം പറ്റുന്ന പോലെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ 4ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിക്കുക. ഏത് തരം എണ്ണയായാലും മതി, വെളിച്ചെണ്ണയാണെങ്കിൽ ഐഡിയൽ. എണ്ണ ഒഴിക്കുക, എന്നിട്ട് എല്ലായിടത്തേക്കും ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സവാള ഇട്ട് അതിനകത്തിട്ട്
ഒന്ന് മൂപ്പിക്കണം. എന്നിട്ട് അത് മാറ്റും. അത് കഴിഞ്ഞിട്ട് ഓയിലൊക്കെ ഒന്ന് നന്നായിട്ട് തടവി ഇത് മാറ്റി വയ്ക്കുക. അപ്പോൾ സീസൺഡായി ആക്ച്വലി പറഞ്ഞാൽ. പിന്നെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ കൂടുതലും ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യാതിരിക്കുക. അതായത് കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാക്കുക ഫസ്റ്റ് ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ കറി ടൈപ്പ് കാര്യങ്ങൾ ഉണ്ടാക്കുക. പിന്നെ വറുത്ത് പൊരിക്കുന്ന അങ്ങനെ ഡ്രൈ ഫ്രൈ അങ്ങനത്തെ കാര്യത്തിനെക്കാട്ടിലും കൂടുതലായിട്ട് ഗ്രേവി ടൈപ്പ് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇതിൽ വെള്ളത്തിൽ തേയിലയിട്ട് തിളപ്പിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ കുറേ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ജീരക വെള്ളം ഉണ്ടാക്കാം, തേയില വെള്ളം ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ഓരോന്നും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഗ്രേവി ടൈപ്പ് പുളിശ്ശേരി പോലെയുള്ള കാര്യങ്ങൾ, മോര്, രസം നല്ലൊരു ഓപ്ഷനാണ്. രസം ഉണ്ടാക്കാം. ആദ്യമൊക്കെ രസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ പാത്രത്തിൻ്റെ ഒരു ഷേപ്പ് അനുസരിച്ച് ഇതിലിപ്പോൾ രസം ഉണ്ടാക്കാൻ വേണമെങ്കിൽ ചെയ്യാം. ഇത് ചട്ടിയാണ്, ഇത് സാധാരണ മീൻ, ഇറച്ചി അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിയൽ പോലുള്ള കാര്യങ്ങളും ചെയ്യാം, വലിയ പ്രശ്നമില്ല. എന്നാലും എനിക്ക് കൂടുതലും അങ്ങനത്തെ കാര്യങ്ങളാണ് ഇഷ്ടം. ഇത് നമുക്ക് നല്ല നിറച്ച് മീനോ ചക്കയോ കപ്പയോ ഇറച്ചിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ് ഞാൻ ഇത് കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. ഓക്കെ. ഇനി കുറേ ചട്ടികളൊക്കെ പ്രോസസ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ചെയ്തോളാം. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ, തിളച്ച് വരട്ടെ. തിളച്ച് ഏതാണ്ട് പകുതി കൂടുതൽ ആയി. ഒരെണ്ണം ഇതുമായി ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇതിങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട്. കഞ്ഞിവെള്ളം ആയതുകൊണ്ടാണ് കേട്ടോ. ഇതിങ്ങനെ പതഞ്ഞത്. ഇത് ഏകദേശം ഒരു അരയോളം വറ്റി കഴിയുമ്പോൾ ഞാനിത് ഓഫ് ചെയ്യും. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഉണക്കി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓയിലിൻ്റെ പരിപാടി തുടങ്ങാൻ പോകുന്നത്. ആ സ്റ്റെപ്പ് കഴിഞ്ഞു, അതായത് സ്റ്റെപ്പ് നമ്പർ 3. ഓക്കെ. കഞ്ഞിവെള്ളം തിളപ്പിച്ച് ഏതാണ്ട് ഒരു പകുതി കൂടുതൽ പറ്റി. അത് കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് തണുക്കാനായിട്ട് കുറേ നേരം വെച്ചിരുന്നത്. അത് കൂളായി. ഏകദേശം ഒരു 3-4 മണിക്കൂർ കഞ്ഞിവെള്ളം അതിനകത്ത് തന്നെ ഇരുന്ന് തണുത്തു. അത് കഴിഞ്ഞ് അത് കളഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തേച്ച് കഴുകി ഉണക്കി വെച്ചിരിക്കുകയാണ്. ഇനി അടുപ്പ് കത്തിച്ചിട്ട് എണ്ണ ഒഴിക്കാം. അങ്ങനെ 3 അടുപ്പും കത്തിച്ച് കഴിഞ്ഞു. തീ കുറയ്ക്കട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയ്ക്കെല്ലാം ഇപ്പം ഭയങ്കര വിലയാണ്. എങ്കിലും നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ പ്രോസസ്സ് ചെയ്യാം. ഇങ്ങനെ ചുറ്റി കൊടുക്കാം. എന്നിട്ട് കുറച്ച് എണ്ണ അവിടെ കിടക്കും. നമ്മൾ അപ്പത്തിനൊക്കെ ചെയ്യുന്ന പോലെ ചുറ്റി യെസ്. വെള്ളമില്ലാണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ എണ്ണയിൽ നമ്മളിത് ചെയ്യുന്നു. ഓക്കെ. നല്ലതായിട്ടത് പ്രോസസ്ഡ് ആയിട്ട് വരും. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ടിട്ട് വറുക്കാം. ഓക്കെ. വഴറ്റാം. ഇതിപ്പോൾ സവാള ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എല്ലാത്തിലും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് ഒരു ഇതാകാൻ പോവാണ്. ഈ ഒരു ചട്ടിയുടെ പോസെല്ലാം ഫുൾ അടഞ്ഞ് എല്ലാം കൊണ്ടും സീസൺഡാകും. നല്ല ചൂടിൽ തന്നെ വെച്ചിരിക്കുന്നത്. അവരുടെ ഫസ്റ്റ് എക്സ്പോഷർ ടു ഓയിലാണ് ഈ ചട്ടികൾ. മൺചട്ടിയല്ലേ. ഇപ്പോൾ നിറച്ച് പതയൊക്കെ വന്നു. അതായത് ഇതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു ഇമ്പ്യൂരിറ്റീസും പോവും, പ്ലസ് അതിൻ്റെ ഒരു പ്രോസസ്സിങ് നല്ല രീതിയിൽ നടക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് തുടയ്ക്കുമ്പോഴൊരു റെഡിഷ് ചെറുതായിട്ടൊരു റെഡ് ടിൻ്റ് വന്നാൽ നമ്മൾ പേപ്പർ വെച്ചൊക്കെ തുടയ്ക്കുമ്പോൾ അത് കാണാൻ പറ്റും. പിന്നെ വീണ്ടും കഴുകുക. അപ്പോൾ ഒരു ടിഷ്യൂ വെച്ചിട്ട് തുടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കിച്ചൺ ടവൽ വെച്ച് തുടയ്ക്കുമ്പോൾ ഒരു കളർ പോലും ആ പേപ്പറിൽ ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിൽ ക്ലീൻ ആയിരിക്കണം. അങ്ങനെ ക്ലീൻ ആക്കാൻ പറ്റും. നന്നായിട്ട് മുരിഞ്ഞ് കഴിയുന്നവരെ നമ്മൾ ഇതിങ്ങനെ എണ്ണ കുറച്ച് വറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഇതിൽ പിടിക്കും കുറേയൊക്കെ. ഈ എന്താ പറയുക, ചട്ടിയിലേക്ക് കുറച്ചൊക്കെ എണ്ണ ചട്ടി അബ്സോർബ് ചെയ്യുകയും ചെയ്യും. 3 ചട്ടിയിൽ ഒരേ സമയം വെച്ചു. പക്ഷേ ഈ ചട്ടിയിലതാണ് ആദ്യമായത്. ഓക്കെ. ഉണ്ടോ? അപ്പോൾ ഇനി ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത് തീ ഓഫ് ചെയ്യട്ടെ. വേണമെങ്കിൽ ഈ ഉള്ളി മാറ്റാം ആദ്യം. എന്നിട്ട് അപ്പോൾ ചൂട് കൂടുതൽ ഇതിനായിരുന്നു. ഇപ്പുറത്തതും റെഡിയാണ്. അറ്റ് ദ സെയിം ടൈം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം ഉള്ളിയെല്ലാം മാറ്റിയെടുക്കാം. നമുക്ക് തീ വേണമെങ്കിൽ ഓഫ് ചെയ്യാം എല്ലാത്തിൻ്റെയും. ഇനി ഓയിലിട്ട് പോയിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് മാറ്റിയിട്ട് തീ ഓഫ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞാൽ ഓയിൽ ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ. ഈ ചട്ടി എന്നൊക്കെ പറഞ്ഞാൽ കുറേ നേരം അതിൻ്റെ ആ ചൂട് അതിലിങ്ങനെ ഉണ്ടാവും, പെട്ടെന്നൊന്നും തണുക്കില്ല. ആ ഒരു ചൂടിൽ ഈ ഓയിലിങ്ങനെ കിടന്നാൽ
എല്ലായിടത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇവിടെ ആയി വരുന്നേ ഉള്ളൂ. ദിസ് ഇസ് ദ ലാസ്റ്റ്. മത്സരത്തിൽ തോറ്റിരിക്കുകയാണ്. 3ാം സ്ഥാനത്തെത്തി. ഒരേ സമയം 3 പേര് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് ആൻഡ് തേർഡ് പ്രൈസ്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഏറ്റവും വലിയ ഫ്ലെയിമുള്ള ബേണർ ഇതാണ്. ഇത് സെക്കൻഡ്, ദിസ് ഇസ് ദ തേർഡ്. പക്ഷേ മത്സരത്തിൽ ഏറ്റവും ഫ്രണ്ടിൽ വന്നത് തേർഡ് ബേണറാണ്. അങ്ങനെ ലാസ്റ്റ് ചട്ടിയിലെ കാര്യങ്ങളും കൂടി മാറ്റുന്നു. ഇനി തൽപ്പം ഒന്ന് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ഭയങ്കര ചൂടാണ്, ചട്ടി വളരെ ചൂടാണ്. അപ്പോൾ നമ്മൾ ഉള്ളി മാറ്റി അതെല്ലാം കഴിഞ്ഞിട്ട് തണുക്കാനായിട്ട് വെച്ചു. ഇച്ചിരി എണ്ണയിലുണ്ടായിരുന്നു, അത് പോരാ, അത് നോക്കിക്കോളൂ. ഇനി കുറച്ച് ഫ്രഷ് വെളിച്ചെണ്ണ ഇങ്ങനെ തടവി കൊടുക്കുക. അപ്പോൾ നല്ല തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തണുക്കാൻ വെച്ച സമയം നമ്മുടെ വലിയ ചട്ടിയിൽ ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ തിളപ്പിച്ചത് എൻ്റെ ബാക്കിൽ വെച്ചിരിക്കുവാണ്. അതിന് ആവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നോക്കിയേ, ഇതിങ്ങനെ ഇരിക്കുന്നത്. ചട്ടി ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല പഴക്കം തോന്നില്ലേ? അതിൻ്റെ കളറെല്ലാം മാറി. ഉപയോഗിക്കുന്ന ഒരു ചട്ടി പോലെ ആയിട്ടുണ്ട്, ഓൾറെഡി ഉപയോഗിച്ചതുപോലെ. ഇതിനകത്ത് ഇച്ചിരി എണ്ണ ഉണ്ടായിരുന്നതാണ്, നമ്മൾ നേരത്തെ ഉള്ളി വറുത്ത എണ്ണയുടെ ബാലൻസ്. ഇനി ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ചുറ്റും ഇങ്ങനെ. സീസണിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. ഈ രീതിയിലാക്കി ഇവിടെ വയ്ക്കുന്നു. ഇതിങ്ങനെ ഇരിക്കട്ടെ. അതുപോലെ ഓരോന്നും നല്ല ചുട്ട് എടുത്ത പോലെ വീണ്ടും നമ്മൾ അടുപ്പിൽ വെച്ച് ഇങ്ങനെ ആക്കിയല്ലോ. ഇതിപ്പോൾ കാണുമ്പോൾ ഏതാണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചട്ടി പോലെ തന്നെ ആയില്ലേ. അപ്പോൾ ഇനി ഒരു 12 മണിക്കൂറോ 24 മണിക്കൂറോ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഈ രീതിയിലേക്കെല്ലാം മാറ്റി വയ്ക്കും. ഫ്രഷ് എണ്ണയും നല്ല പഴക്കമുള്ള ചട്ടി പോലെ ആയിട്ടുണ്ട്. അകത്തെ കളറൊക്കെ നോക്കിക്കോളൂ. കുറച്ചൊരു ബ്ലാക്കിഷ് ബ്രൗൺ ആയില്ലേ. ഇത് പുതിയ ചട്ടിയാണെന്ന് ആരും പറയില്ലല്ലോ. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ സംഭവം റെഡി. ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. ദിസ് ഇസ് ഹൗ വി സീസൺ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ മൺചട്ടികളെ സീസൺ ചെയ്യേണ്ടത്. ഒരുപാടുമില്ല, സിമ്പിൾ പ്രോസസ്സാണ്. ഇപ്പോൾ വീടുകളിൽ സാധാരണയായിട്ട് ഒരുപാട് ചട്ടിയൊന്നും ഒന്നിച്ച് വാങ്ങിക്കാറില്ലല്ലോ. ഞാനിപ്പോൾ കണ്ടതുകൊണ്ട് കുറേ മേടിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് കുറച്ച് 2-3 ദിവസം കൊണ്ട് ഞാൻ ചെയ്ത് തീർക്കും. ഇന്ന് തന്നെ ഇപ്പോൾ 4 ചട്ടിയുടെ കേസ് ഏകദേശമായി. ഇനി കുറച്ച് ചെറിയ പാത്രങ്ങളാണ്, അതെനിക്കൊരു ദിവസത്തെ കാര്യമുള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. അപ്പോൾ നമുക്ക് എത്ര കറികൾ വേണമെങ്കിലുണ്ട്. ഇത് ചീൻചട്ടിയുടെ ഉപയോഗം ചെയ്യും. ഇത് പലതരം കറികൾ ഉണ്ടാക്കാം, മീൻ കറി ഉണ്ടാക്കാമല്ലോ. വലിയ ചട്ടി കുറേ കാര്യങ്ങൾക്ക്. അപ്പോൾ ഇനിയുള്ള കാലത്ത് ഇതൊക്കെ തന്നെയാണ് നല്ലത്. ഏർത്തേൺ പോട്ട്സൊക്കെ ഭയങ്കര നല്ലതാണ്, നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. പിന്നെ ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്യാസിൻ്റെയൊക്കെ ഷോർട്ടേജൊക്കെ വരുന്നു. ഗ്യാസ് അടുപ്പുള്ളവർക്ക് ഇലക്ട്രിസിറ്റിക്കാണെങ്കിൽ ഭയങ്കര വില. ഇപ്പോൾ വീണ്ടും പഴയ കാലത്തേക്ക് തിരിച്ചു പോകണമെന്നാണ് പറയുന്നത്, അടുപ്പ് നമ്മൾ അറകടുപ്പിലേക്കൊക്കെ. അപ്പോൾ അതിൻ്റെ സ്വാദും അതിൻ്റെ ഒരു കാര്യമൊക്കെ വേറെ തന്നെയാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ. അത് പറഞ്ഞ പോലെ പാത്രങ്ങളുടെ കാര്യത്തിലും ഏറ്റവും സേഫായിട്ടുള്ള പാത്രങ്ങളാണിത്. ധൈര്യമായിട്ട് നമുക്ക് വാങ്ങാം, ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ സീസൺ ചെയ്തെടുക്കാം. പിന്നെ ഇനി നമ്മൾ ആദ്യമായിട്ട് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞു തോന്നുന്നു, ഈ പാത്രങ്ങളിലൊക്കെ ആദ്യം കറി പോലത്തെ കാര്യങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ രസം, പിന്നെന്താ അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, കുറച്ച് ലൂസായിട്ടുള്ള കാര്യം, മീൻ കറി, ചാറുള്ള കറികൾ, കുടംപുളി ഇട്ട് വറ്റിച്ച കറി, അല്ലെങ്കിൽ കുടംപുളി ഇട്ട കറി, അല്ലെങ്കിൽ ചാറ് കറി, തേങ്ങാപ്പാൽ ഒഴിച്ച കറി, അങ്ങനത്തെ കറികൾ ഉണ്ടാക്കുക ലൂസായിട്ട്. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളതിനെക്കാട്ടിലും. പക്ഷേ ഡ്രൈയും പ്രശ്നമൊന്നുമില്ല, എങ്കിലും ആദ്യം അങ്ങനെ ചെയ്താൽ അപ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ അതിൻ്റെ പോസൊക്കെ അടയും. പിന്നെ ഇതിനകത്ത് സ്ട്രെങ്ത് കൂടും, നല്ല സ്ട്രോങ് ആകും. പിന്നെ ഒരു മണ്ണിൻ്റെ മണവും മണ്ണിൻ്റെ ആ ഒരു രുചിയൊന്നും വരില്ല. അല്ലെങ്കിൽ ചെറിയൊരു മണ്ണ്, ഈ ഒരു കളിമണ്ണിൻ്റെയൊക്കെ ഒരു സ്വാദൊക്കെ വരാമല്ലോ, അതൊന്നും വരില്ല, ഒന്നുമില്ല. പെർഫെക്റ്റ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മതി. ഇതാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായത് ഇതിനെക്കുറിച്ച്, എങ്ങനെയാണ് സീസൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾ മേടിക്കുമ്പോൾ ഇതുപോലെ ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.